മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽ മത്സരത്തിൽ ഏവരും ഉറ്റുനോക്കിയത് രണ്ട് ഇമ്പാക്ട് താരങ്ങളെയാണ്. ഇമ്പാക്ട് പ്ലേയേഴ്സ് ഇറങ്ങിയ രണ്ടുപേരും മത്സരത്തിൽ ഭീകര ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നേടിയത് 205 റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ ഡൽഹിയുടെ ഇന്നിംഗ്സ് 193 അവസാനിച്ചു. 12 റൺസിന്റെ വിജയം മുംബൈക്ക് സ്വന്തമായപ്പോൾ പോയിന്റ് പട്ടികയിൽ മികച്ച മുന്നേറ്റവും മുംബൈ നടത്തി. സീസണിന്റെ ആദ്യ തോൽവിയാണ് ഡൽഹി ക്യാപിറ്റൽസ് നേരിട്ടിരിക്കുന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ ഇമ്പാക്ട് പ്ലെയറായി വന്ന കരുൺ നായർ നേടിയത് 40 പന്തിൽ 89 റൺസാണ്. 12 ഫോറും 5 സിക്സും അടങ്ങുന്നതായിരുന്നു താരത്തിൻ്റെ ഇന്നിംഗ്സ്. 2022 ശേഷം ആദ്യമായാണ് IPL മത്സരം കരുൺ നായർ കളിക്കുന്നത്. മികച്ച ആഭ്യന്തര ക്രിക്കറ്റ് സീസൺ കഴിഞ്ഞാണ് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് താരമെത്തിയത്. ഇഞ്ചേർഡായ ഫാഫ് ഡുപ്ലസിക്ക് പകരമെന്നോണം പ്ലേയിങ് ലെവലിലേക്ക് എത്തിയ താരം രണ്ടാം പന്ത് മുതൽ ഫേസ് ചെയ്തു. ആദ്യ പന്തിൽ ജെയ്ക്ക് ഫ്രേസർ മാക്രൂക്കിനെ പുറത്താക്കിയത് കൊണ്ട് അതീവ സമ്മർദ്ദത്തിലാണ് കരുൺ നായർ ബാറ്റ് ചെയ്യാനെത്തിയത്. അവിടെ തന്നെയാണ് മത്സരത്തിന് ഗതി മാറിയത്. തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കാൻ കരുൺ നായറിന് സാധിച്ചു. നേരിട്ട 4-ാം പന്തിൽ ആദ്യ 4 നേടി. പിന്നാലെ ബുംറയുടെ ഓവറുകൾ തെരഞ്ഞു പിടിച്ചടിച്ച കരുൺ നായർ ആളുകളുടെ ജനപ്രീതി നേടി. ബുംറയുടെ ആദ്യ ഓവറിൽ കരുൺ നായർ നേടിയത് 11 റൺസാണ്, അതും മികച്ച ഷോട്ടുകളിലൂടെ. അങ്ങനെ ബുംറയും സമ്മർദ്ദത്തിലായി. എന്നാൽ ആ ഇമ്പാക്റ്റ് പൊളിക്കാൻ മറ്റൊരു ഇമ്പാക്ട് പ്ലെയറെ കളത്തിലിറക്കിക്കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് മത്സരം തിരിച്ചു പിടിച്ചത്. സാധാരണ ഇറക്കാറുള്ള വിഘ്നേഷ് പുത്തൂരിന് പകരം IPL ഏറ്റവും എക്സ്പീരിയൻസ് താരങ്ങളിൽ ഒരാളായ കരൺ ശർമ്മയാണ് ഇന്ന് ഇമ്പാക്ട് പ്ലെയറായി ഇറക്കിയത്. 37-കാരനായ താരം ഒരു കാലത്ത് മുംബൈ ഇന്ത്യൻസിന്റെ സജീവ താരമായിരുന്നു. കരൺ ശർമ്മ ഇന്ന് നേടിയ വിക്കറ്റുകളാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. ട്രിസ്റ്റൻ സ്റ്റബ്സ്, അഭിഷേക് പോറൽ, KL രാഹുൽ, ട്രിസ്റ്റൻ സ്റ്റബ്സ് എന്നിവരുടെ വിക്കറ്റുകളാണ് കരൺ ശർമ്മ നേടിയത്. 4 ഓവറുകളിൽ 36 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ സ്വന്തമാക്കി. IPL തന്റെ മടങ്ങിവരവും കരൺ ശർമ്മ ആഘോഷിച്ചു. അങ്ങനെ നോക്കിയാൽ ഇമ്പാക്ട് പ്ലേയേഴ്സ് കൊണ്ട് തിരിച്ച ഒരു മത്സരം തന്നെയായിരുന്നു ഇതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ആവേശകരമായ മത്സരത്തിനൊടുവിൽ മുംബൈ ജയം നേടിയെങ്കിലും ഡൽഹിയും ഈ സീസണിൽ അതീവ ഗംഭീരമാണ് കളിക്കുന്നത്. റണ്ണൌട്ടിലൂടെയാണ് ഡൽഹി ക്യാപിറ്റൽസിന് മത്സരം പരാജയപ്പെടേണ്ടി വന്നത്.